നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി എടുത്തിട്ട് ടേസ്റ്റ് നോക്കാം കുറച്ച്. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ വീണ്ടും ഞങ്ങളൊരു അടിപൊളി വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, പലതരം അച്ചാറുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വെറൈറ്റി അച്ചാറായിട്ടുള്ള പൈനാപ്പിൾ അച്ചാറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പൈനാപ്പിൾ അച്ചാർ ഇട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിളിൻ്റെ തൊലിയെ കളഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറുതാക്കി അച്ചാറിന് അരിയുന്ന രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്തിരി കട്ടിയുള്ള ഭാഗമാണ് ഇതിൻ്റെ കൂന് എന്നൊക്കെ പറയണത്. അത് കട്ട് ചെയ്ത് മാറ്റാം. ചെറുതാക്കി കട്ട് ചെയ്യണം. പൈനാപ്പിൾ ചെറുതായിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. അച്ചാറിന് വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതിലേക്കൊരു 250 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇതിലേക്കായിട്ട് ഒരു 10 പച്ചമുളക് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് 2 ചെറിയ പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി ചട്ടി വെച്ച് കൊടുക്കാൻ പോകണം. ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് നല്ലെണ്ണയാണ് ഒരു 300 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അച്ചാറിന് നമ്മൾ നല്ലെണ്ണയാണ് സാധാരണ ഉപയോഗിക്കാറ്. എണ്ണ ചൂടായിട്ട് നമ്മൾ ആദ്യം ഇതിലേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കായിട്ട് 5 വറ്റൽ മുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഇത് നമ്മൾ മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കായിട്ട് 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കായിട്ട് 2.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പൈനാപ്പിൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി കൊടുക്കാം. പൈനാപ്പിൾ ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 200 മില്ലി വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി എടുത്തിട്ട് ടേസ്റ്റ് നോക്കാം കുറച്ച്. ഓക്കെ സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം ഒരുപാട് വൈകി, ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിഷോർ ഭായ്, കിച്ചു ഭായ്, ടേസ്റ്റ് ചെയ്ത് നോക്കും. ഒരാൾ ഈ സൈഡിൽ പോവാം, കഴിച്ചു നോക്കിയിട്ട് പറയും. നല്ല രുചിയുണ്ട്. അപ്പോൾ എല്ലാവരും സൂപ്പറാണെന്നാണ് പറയണത്. അപ്പോൾ ഇതൊരു വെറൈറ്റി അച്ചാറാണ്. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.